ഹായ് എവരി വൺ, എന്ത് പറയുന്നു? ഹൗ ആർ യു ഓൾ? എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ദേ ഡു ദിയർ പെർഫോമൻസ്, പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് അവരുടേതായ രീതികളിൽ. നമ്മൾ എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ നമുക്കതിന് അഭിമാനം തോന്നണം. പ്രൈഡ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. സോ ടുഡേ ഐ തോട്ട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ. എന്തായാലും പെർഫോം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വി റിക്വയർ എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്. എഫേർട്ടും ഹാർഡ് വർക്കും എടുക്കുന്ന ആൾക്കാരാണ് നല്ലപോലെ പെർഫോം ചെയ്യുന്നത്. പക്ഷെ പല ആൾക്കാരും ആ എഫേർട്ടും ഹാർഡ് വർക്കും എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പതുക്കെ സൈഡിലേക്ക് വലിയതൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങോട്ട് മാറും. അപ്പൊ എന്ത് പറ്റും, അവർ ഷോർട്ട് കട്ടിലേക്ക് നോക്കാൻ തുടങ്ങും. ഷോർട്ട് കട്ടിൽ കൂടെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ അവരവരെ തന്നെ ഡിസ്കറേജ് ചെയ്യും. മറ്റുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും, അവരവർക്കും ഒരു ഡിസ്കറേജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പ്രൈഡ് ഫീലിംഗ് അല്ലെങ്കിൽ പ്രൗഡ് ഫീലിംഗ് കംസ് വിതിൻ. നമ്മുടെ ഉള്ളിലാണ് ആ ഫീലിംഗ് വരിക. അപ്പോഴാണ് നമുക്ക് ആ വിന്നിങ് എഡ്ജിലേക്ക് എത്താൻ പറ്റുക. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ജയത്തിലേക്ക് എത്താനുള്ള എഡ്ജിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ലേ? ഈഗോ ഉള്ള ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഹ്യൂമിലിറ്റി ഉള്ള ആൾക്കാരാണ് ആ പ്ലഷറോട് കൂടി അവരുടെ പെർഫോമൻസ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ആവശ്യം. ആൾക്കാർ നോക്കുന്നതിനേക്കാട്ടുപരി നമ്മുടെ ഒരു സന്തോഷം, നമുക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം വരണ്ടേ? 3 ആൾക്കാര് ഒരേ തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു വെച്ചാൽ അവര് ബ്രിക്സ് ലേ ചെയ്യാണ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇഷ്ടിക ലേ ചെയ്യാണ് 3 സ്ഥലത്തായിട്ട്. ഒരു സ്ട്രേഞ്ചർ അതിലൂടെ നടന്നുപോയി. അപ്പോ അത് നടന്നു പോയപ്പോ ആദ്യത്തെ ആളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യണ്ടേ, എന്നാലും എനിക്ക് ശമ്പളം കിട്ടുള്ളൂ, എന്നാലും എന്റെ കാര്യം നടക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചുകൂടി നടന്നപ്പോൾ രണ്ടാമത്തെ ആളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 3 പേരും ഒരേ കാര്യം ചെയ്യണം. രണ്ടാമത്തെ ആള് പറഞ്ഞു, നിങ്ങൾക്ക് കാണാനില്ലേ, ഞാൻ ഇഷ്ടിക ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രിക്സ് ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അയാൾ വീണ്ടും നടന്നപ്പോൾ 3ാമത്തെ ആൾ വേറെ സൈഡിൽ ചെയ്യണ കണ്ടു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, അയാളുടെ പറച്ചിലിൽ തന്നെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു, ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോണ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് എന്ന് പറയാം, വീട് എന്ന് പറയാം, അത് ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇമാജിൻ, 3 പേരും ഒരേ പ്രവൃത്തിയെ ചെയ്യണം. പക്ഷെ 3 പേരും എന്ത് ആറ്റിറ്റ്യൂഡിലാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ആറ്റിറ്റ്യൂഡ് അഫക്ട് ദ പെർഫോമൻസ്. നല്ല ആറ്റിറ്റ്യൂഡ് ആണ്. എന്താണ് 3ാമത്തെ ആളുടെ ഗുണം? അയാൾ ലോങ് റണ്ണിലാണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കാന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. 3ാമത്തെ ആള് അതല്ല. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട്, അദ്ദേഹം എവിടെ എത്താൻ പോളൂ എന്നുള്ള സ്വപ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണമുണ്ട്. ദീർഘവീക്ഷണം പല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണ ആൾക്കാർക്ക് മാത്രമല്ല, ഈ സാധാരണ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ദീർഘവീക്ഷണം വളരെ ആവശ്യമാണ്. എക്സൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് അഭിമാനം തോന്നും അല്ലേ? നമ്മൾ എക്സൽ ചെയ്യുമ്പോൾ ആ 3ാമത്തെ ആൾക്ക് നല്ലൊരു അഭിമാനത്തോടു കൂടിയല്ലേ അദ്ദേഹത്തിന്റെ പറച്ചിൽ കേൾക്കുമ്പോഴേ അഭിമാനം തോന്നിയിരുന്നവണ്. അപ്പൊ ഏത് ജോലിക്കും, എന്ത് ജോലി, ഏതൊക്കെ ജോലി, കാറ് വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിലം തുടയ്ക്കുന്ന സ്വീപ്പേഴ്സ് ഉണ്ട്, ബാർബർ ഷോപ്പിൽ നമ്മൾ മുടി കട്ട് ചെയ്യുന്നവരുണ്ട്. ഏത് ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി അത് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. ബാർബർ ഷോപ്പിൽ ഇപ്പോൾ ബ്യൂട്ടി സലൂൺസ് ആണ് ബാർബർ ഷോപ്പ് എന്ന് പറയാറില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, AC ആയിരിക്കും. പക്ഷെ എൻ്റെ അടുത്തുള്ള ആ പോകുന്ന സ്ഥലം എന്തോ കാരണം കൊണ്ട് അവർ അടച്ചിട്ട് ഇപ്പോൾ തുറക്കുന്നില്ല. അപ്പൊ ഐ വാസ് സെർച്ചിങ്. അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ സെർച്ച് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് എവിടെ നോക്കിയിട്ട്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ തിരക്കില്ല തോന്നി, ഞാൻ പോയി. എൻ്റെ തലമുടി ഡ്രസ്സ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇരുന്ന് കൊടുത്തപ്പോ അവര് ചെയ്യുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. കാരണം എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ള ഒരു സ്റ്റൈലിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ആള് ഹിന്ദിക്കാരനാണ്, ഓണർ മലയാളിയാണ്. പക്ഷെ
എനിക്കൊരു തൃപ്തി തോന്നിയില്ല. കാരണം എങ്ങനെയോ തീർക്കണ്ടേ, ആ സമയം കൊണ്ട് തീർക്കണ്ടേ. പിന്നെ ഞാൻ ഈ മാസം വീണ്ടും വേറെ തിരയാൻ തുടങ്ങി. ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇപ്പൊ എല്ലാ ഹിന്ദിക്കാരാണല്ലോ മുടി വെട്ടുന്നത്. അപ്പോ അങ്ങനെ ഒരു സ്ഥലം, അതും തിരക്കില്ല, നല്ലൊരു സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണ്, ഈസി ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിനോട് എനിക്ക് വളരെയധികം സ്നേഹം തോന്നി. കാരണം ഞാൻ പറയാതെ തന്നെ അദ്ദേഹം ഞാൻ പറയാത്ത സ്ഥലത്തൊക്കെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എന്നെ ഡ്രസ് ചെയ്ത് കണ്ടപ്പോ അദ്ദേഹം വളരെ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേർക്കും പെട്ടെന്ന് ചെയ്തിട്ട് കഴിഞ്ഞു പോക്കോന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ അദ്ദേഹം അതെല്ലാം ചെയ്തത്. അദ്ദേഹത്തിന്റെ ജോലിയോട് അദ്ദേഹം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ ഫീലിങ്സിനെക്കാട്ടി കൂടുതൽ അദ്ദേഹത്തിന് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ പ്രൊഫഷനിലും അതിനൊരു അഭിമാനം തോന്നുന്നുണ്ട്. ഇനി ഞാൻ അവിടെ അല്ലേ പോകുള്ളൂ. അദ്ദേഹം എന്നെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യും. എന്നെ മാത്രമല്ല, ഞാൻ വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടപ്പോ അവരോടും കണ്ടു ചെയ്യുന്നത്. അപ്പോ അവിടെയാണ് എക്സൽ ചെയ്യുക. എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈഡ് മൊമെന്റ് വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് പെർഫോമൻസ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ഇൻഷുറൻസ് ഫോർ ടുമോറോ ഈസ് ദ ടുഡേസ് ജോബ് വെൽ ഡൺ ടുഡേ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇന്നത്തെ നാളത്തെ ഇൻഷുറൻസ് ആക്ച്വലി ഇന്നത്തെ നമ്മൾ ശരിക്കുള്ള ജോബ് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോബ് കറക്റ്റ് ആവണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പറയും, സ്വീപ്പ് ചെയ്യുമ്പോൾ മൈക്കൽ ആഞ്ചലോ പെയിന്റ് ചെയ്യുന്ന പോലെയും ബിതോവൻ മ്യൂസിക് കമ്പോസ് ചെയ്ത പോലെയും ഷേക്സ്പിയർ പോയിട്രി എഴുതുന്ന പോലെയും സ്വീപ്പ് ചെയ്യണമെങ്കിൽ ആ സ്വീപ്പർ ചെയ്യുന്ന ജോലി നമുക്ക് കൗതുകത്തോടെ കാണാൻ പറ്റും. അദ്ദേഹത്തിനും ഒരു അഭിമാനം ഉണ്ടാവും, നമുക്കും ഒരു കൗതുകം ഉണ്ടാവും. മൈക്കൽ ആഞ്ചലോ സ്കൾപ്ചർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ നേരം എടുക്കത്ര. അത് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവിടെ തൊട്ട്. അപ്പൊ ഒരാൾ ചോദിച്ചാൽ എന്തിനാ ഇതൊക്കെ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിസ്സാര കാര്യങ്ങളാണ് പെർഫെക്ഷൻ ഉണ്ടാക്കുക. ആൻഡ് പെർഫെക്ഷൻ ഇസ് നോട്ട് ട്രിഫിൾ എന്ന് പറഞ്ഞത്. പക്ഷെ പെർഫെക്ഷൻ നിസ്സാരമല്ല. പെർഫെക്ഷൻ എപ്പോഴും അത് ചെയ്യുമ്പോൾ, അത് നിസ്സാര കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പെർഫെക്ഷൻ ആവുക. പക്ഷെ പെർഫെക്ഷൻ നിസ്സാരമല്ല. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. സോ ഫ്രണ്ട്സ്, ഐ നോ യു ഓൾ ഡു എ പെർഫോമൻസ്. ഒരു പെർഫോമറാണ് നിങ്ങൾ പല രീതിയിലും. ഞാനും ഒരു പെർഫോമറാണ്. ഞാനും ആത്മാർത്ഥതമായി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും ഇതൊരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളത്. സോ പെർഫോം വെൽ, സ്റ്റേ പോസിറ്റീവ്, സ്മൈൽ, ചിരിക്കുക. ഏത് പെർഫോമൻസിലും if you are having a tension in your mind, then I think you can't excel in your performance. Smile, be happy. ദൈവത്തിനോട് നന്ദി പറയാം എനിക്കിങ്ങനെ ഒരു പ്രൊഫഷൻ തന്നതിന്. എനി പ്രൊഫഷൻ, അത് വലിയ പ്രൊഫഷനാണോ ചെറിയ പ്രൊഫഷനാണോ, നോ മാറ്റർ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗോ അഹെഡ് ഇൻ യുവർ ലൈഫ്, ബി ഗുഡ് ടു അതേഴ്സ്. So I am just winding up today. So take care. I love you all. Bye bye.